സംഭവമാണ് ഹോമിയോപ്പതി. ഞാൻ വിശദാംശങ്ങളിലേക്ക് സമയക്കുറവിനെ അനുവദിക്കുന്നില്ല. നിങ്ങളൊന്നും ഓർക്കുക, എന്തുകൊണ്ട് ഹോമിയോപ്പതിക്കാർ കൊടുക്കുന്ന മരുന്നുകൾ കഴിച്ച് ആർക്കും ആത്മഹത്യ ചെയ്യാൻ സാധിക്കുന്നില്ല? മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്ന ഗുളിക, പ്രഷറിന് കൊടുക്കുന്ന ഗുളിക ഒരു 5 എടുത്ത് വായിലിട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ഹോമിയോപ്പതിക്കാർ കൊടുക്കുന്ന മരുന്ന് സാധനം ഒരു 1000, 2000, 5000, 10000 എടുത്ത് വിഴുങ്ങിക്കൂ, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത് മരുന്നാണ് എന്ന് പറഞ്ഞിട്ട് ജനത്തിനെ കബളിപ്പിക്കുന്നൊരു സംഗതി. ഇതുകൊണ്ടാണ് 1941 തന്നെ സോവിയറ്റ് യൂണിയൻ ഇതിനെ നിരോധിച്ച് കളഞ്ഞത്. അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ഇത് ക്വാക്കറിയാണ്. ഈവൻ ഹോമിയോപ്പതിയുടെ ജനേതാവ് സാമുവൽ ഹനിമാൻ്റെ ജർമ്മനിയിൽ പോലും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കണം. അതായത് ഇത് ഒരു തരം കബളിപ്പിക്കൽ പരിപാടിയാണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് ഏറ്റവും അധികം ഹോമിയോപ്പതിക് ഫിസീഷ്യന്മാരുള്ളത്. അവർക്ക് യാതൊരു വിധത്തിലുള്ള എമർജൻസികളും മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിലോ, നിങ്ങൾക്ക് തലച്ചോറിൽ മസ്തിഷ്ക ജ്വരം വന്നിട്ടുണ്ടെങ്കിലോ, ന്യൂമോണിയ വന്നിട്ടുണ്ടെങ്കിലോ ഒന്നും തന്നെ നിങ്ങളാരും അങ്ങോട്ടേക്ക് ഓടില്ല. കാരണം ഓടിയിട്ടും കാര്യമില്ല.